ഹായ് അമ്പു. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും. മൈൻഡൊപ്പേ, എനിക്ക് അമ്മേൻ്റെ അടുത്ത് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. സീരിയസ് ആയിട്ടോ? ആമ്മ, എന്താ അറിയോ, അതെന്താണ്? അമ്മ ഇപ്പോൾ അടുക്കളയിൽ ചൂട് കൊണ്ട് നിൽക്കുന്നല്ലോ. നല്ല ഫ്രഷ് എയറൊക്കെ എടുത്ത് നല്ല പ്രകൃതിരമ്യമായ സ്ഥലത്ത് സന്തോഷവതിയായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഈ നിൽക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ കറക്റ്റായിട്ട് അതിനുള്ള ഉത്തരം പറയും. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തോളൂ കേട്ടോ. പലരുടെയും ജീവിതം, കുറേ ആൾക്കാർ കേട്ടോ, ഒന്നും രണ്ടൊന്നും എണ്ണാൻ പറ്റില്ല, ഒരുപാട് പേരുടെ ജീവിതമൊക്കെ യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ മുരടിച്ച് പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യ ഉദാഹരണം കൊടുക്കുമ്പോൾ ഒരു വിവാഹ ജീവിതം തന്നെ കൊടുക്കുക. ഒരു കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ ആവട്ടെ ആണിൻ്റെ ആവട്ടെ ഇന്നലകളിലേക്ക് എത്തി നോക്കുക. അപ്പോൾ ഇന്നലകളിലേക്ക് എത്തി നോക്കിയിട്ട് ഏതോ കാലത്തൊരു കാമുകനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതോ കാലത്തൊരു കാമുക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതോ കാലത്ത് ഭയങ്കര പൊട്ട രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് സന്തോഷമായിട്ടും നല്ല രീതിയിലും ജീവിക്കുന്ന വ്യക്തിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അതുപോലെ തന്നെ മനുഷ്യർ ഇന്നലകളിൽ തെറ്റിയാത്ത ഏത് മനുഷ്യരാണുള്ളത്? ഇത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല, അമ്മ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി ആ സുഹൃത്തായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ നിങ്ങൾ കണ്ടുമുട്ടത് അന്ന് മുതലാണോ നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ടത്? അതോ അയാളുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, ആൾ ജനിച്ച നാട് തൊട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു, അതൊക്കെ നോക്കിയിട്ടാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. കാരണം പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഒരു വ്യക്തി മാറാൻ ശ്രമിക്കുകയാണ്, ഇന്നലകളിൽ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തി നാളേക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ആത്മധൈര്യം കിട്ടുക? എന്നോ ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്ത തെറ്റുകളെ എണ്ണി പറയുമ്പോൾ ആ വ്യക്തിക്ക് നന്നാവാൻ പറ്റുമോ? ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്തവർ തിരുത്തി ജീവിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അപ്പോൾ ഇത് എന്തിനാണ് ചോദിക്കേണ്ടത് പറഞ്ഞാൽ, എത്രയോ പേരുടെ ജീവിതങ്ങൾ കുത്തുവാളായിപ്പോയിട്ടുണ്ട്. കാരണം അവൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് അവനവൻ്റെ പറഞ്ഞ ആൾക്കാരാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ പുറത്ത് ജീവിതകാലം മുഴുവൻ അവനെ ചൂഷണം ചെയ്യുക. എത്രത്തോളം നന്നായാലും മനുഷ്യൻ വിശ്വസിക്കില്ല എന്ന് പറയും. അവനവൻ വിശ്വസിച്ചാൽ മതി, വേറെ ആരും വിശ്വസിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ എന്നാലും അതല്ല, ഈ സമൂഹം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? എത്ര പേരുടെ ജീവിതമാണ് ഇതുപോലെ നശിച്ചു പോയിരിക്കുന്നത്? കാരണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നലകളിൽ തെറ്റ് ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഒരാളെങ്ങനെ ഉണ്ടാവോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെങ്ങനെ ഉണ്ടാവോ? എല്ലാവരും വേണമെങ്കിൽ പറയും, ഞാനൊരു തെറ്റ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരു മനുഷ്യരും പറയാൻ പറ്റില്ല. അപ്പോൾ തെറ്റുകൾ മനുഷ്യ സ്വാഭാവികമാണ്, അവരത് ചെയ്യും. പക്ഷേ ആ തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ ആ തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ അവർക്കൊരു അവകാശം കൊടുക്കേണ്ടത് നമ്മളാണ്. അമ്മ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തിനെ പരിചയപ്പെട്ട ആ നിമിഷം തൊട്ട് അല്ലേ അത് അമ്മയുടെ സുഹൃത്തായി മാറുക? അല്ലാണ്ട് ചെറുപ്പത്തിൽ അവരെന്തായിരുന്നു, അതിന് ശേഷം അവരെന്തായിരുന്നു, അതല്ലല്ലോ. നിങ്ങൾ എന്ന് പരിചയപ്പെട്ടോ നിങ്ങളുടെ മനസ്സിന് ചേരുന്നൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സുഹൃത്ത്. നമ്മൾ നോക്കുക, ആയിരക്കണക്കിന് വ്യക്തികളിൽ വളരെ ചുരുക്കം പേരെ മാത്രം സുഹൃത്തായിട്ട് കണക്കൂട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും സുഹൃത്താക്കണമെങ്കിൽ ലോകം മുഴുവൻ സുഹൃത്തുക്കൾ കൊണ്ട് നിറയും. പക്ഷെ അവരൊന്നും സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റില്ല. വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ സുഹൃത്താക്കുക. അതിനെന്താ കാരണം എന്നറിയാം അമ്മയ്ക്ക്? ഈ മനസ്സുകൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുള്ളവർ മാത്രമാണ് നല്ല ഫ്രണ്ട്സായിട്ട് മാറുക. അല്ലാണ്ട് നമ്മളൊരു 10 പേരുടെ ഇടയ്ക്ക് പോയാൽ ചിലപ്പോൾ ഒരാളിനെ മാത്രം നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ആ ഇഷ്ടമാവുന്ന വ്യക്തി നമ്മുടെ നല്ല ഫ്രണ്ടായിരിക്കും. അതെന്താ കാരണം പറഞ്ഞാൽ ഒരേ മനോഭാവമുള്ള രണ്ട് വ്യക്തികളായിരിക്കും. ആ വ്യക്തികൾ കണ്ടുമുട്ടിയ ദിവസം മുതലാണോ അവർ പരസ്പരം മനസ്സിലാക്കേണ്ടത്? അതോ ഇന്നലകളിലൊക്കെ തിരിഞ്ഞ് ആരാണ് എന്താണ് നോക്കി ഒരു CBI ഡയറി കുറിപ്പൊക്കെ ആയതിനു ശേഷമാണോ അവർ ചിന്തിക്കുക? ഒരിക്കലും അല്ല. നമ്മൾ എപ്പോഴാണോ അവർ പരിചയപ്പെട്ടത് അന്ന് തൊട്ടുള്ള അവരെന്താണോ അത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അവർ കഴിഞ്ഞ കാലത്ത് എന്തായിരുന്നു, അവരേതാണ് എന്താണ് ഇതൊന്നും നമുക്ക് അന്വേഷിക്കും വേണ്ട, അറിയും വേണ്ട. നമുക്ക് അന്ന് അറ്റ് പ്രസൻറ്റ് അവരെന്തായിരുന്നു അത് മാത്രമാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് നോക്കിയിട്ടാണ് നമ്മളൊരു മനുഷ്യരെ സ്നേഹിക്കുകയോ. ഇന്നലകളിൽ നല്ലൊരു വ്യക്തി ഇന്ന് മോശമായി കൂടാന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് മോശമായ ഒരു വ്യക്തി നാളെ നന്നായി കൂടാന്നില്ലേ? പിന്നെ അപ്പോൾ ഒരിക്കലും ഞാൻ ചോദിക്കണത്, എത്രയോ ആൾക്കാർ സന്തോഷമായൊരു ജീവിതം നയിച്ചുകൊണ്ട് പോവുമായിരിക്കും. ചിലപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിൽ നല്ല സഹായം ഇടയ്ക്ക് ഉണ്ടാവും, ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതോ ഒരു കുറുക്കം വന്നിട്ട് അതിനിടയ്ക്ക് ചാടി വന്നിട്ട് പണ്ടത്തെ ഏതോ ഒരു കഥ പറഞ്ഞിട്ട് ആ ജീവിതം കോഞ്ഞാട്ടിയാക്കി അവന് ഒന്നും കൊള്ളാണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതെന്നാണ്, ഞാൻ അറിയുന്ന നാൾ മുതൽ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കിയാൽ മതി, ഞാൻ വിവാഹം കഴിക്കുന്ന വ്യക്തി ഞാൻ എന്നാണോ വിവാഹം കഴിച്ചത് ആ ദിവസം മുതലാണ് എൻ്റെ സ്വന്തം. അതിൻ്റെ ഇന്നലകളിൽ എന്തായിരുന്നു എന്ന് നോക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ്? അത് തിരയാൻ പോണതല്ലേ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ തിരയുന്ന വ്യക്തികളെ വിശ്വസിക്കാൻ പാടുമോ? ഒരിക്കലും പാടില്ല. എന്താ അറിയോ, എന്തിനാണ് അവർക്ക് നമ്മുടെ കഴിഞ്ഞ കാലം?
മറ്റൊരാളുടെ കഴിഞ്ഞ കാലം കൊണ്ട് അവർക്ക് എന്താണ്, അവർ ഇന്ന് എന്താണോ അതല്ലേ അവർക്ക് വേണ്ട. ഒരു സുഹൃത്താണെങ്കിൽ അവർ നമ്മളോട് എത്ര സ്നേഹത്തോടെ പെരുമാറുന്നോ, അവരുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണോ അതനുസരിച്ച് നമ്മളും അവരോട് പെരുമാറും. അല്ലാണ്ട് അവരുടെ ഇന്നലകളിലേക്ക് എന്തിനാണ് നമ്മൾ എത്തി നോക്കേണ്ട ആവശ്യം? ഇനി അതൊരാൾ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളത് ഒരിക്കലും കേൾക്കരുത്. അതെ, അവരുടെ ഇന്നലകളൊന്നും എനിക്ക് അറിയണ്ടെന്ന് അത് സുഹൃത്ത് ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ, ഒരു വിവാഹ ജീവിതത്തിലാണ് ആയാലും നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നലകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചികഞ്ഞിട്ട് പോയി. അത് വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണോ പോണത് എന്ന് അവർ അനുഭവിച്ചറിയുക. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ പിന്നെ എന്തിനാണ് ഈ ഇന്നലകൾ എന്നും പറഞ്ഞ് എത്രയോ ജീവിതങ്ങൾ നശിപ്പിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഇന്നലകൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത്. എന്ന് വെച്ചാൽ ഇന്നലകളുടെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ മറന്നു വേണം പ്രസൻറ്റിൽ ജീവിക്കാൻ. നാളെ എന്ന ഫ്യൂച്ചറിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലകളിൽ മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളുണ്ട്, അതിനെ മാത്രം സൂക്ഷിച്ച് വെക്കണം. കാരണം അത് ഹൃദയം എന്ന ഡയറിയിൽ എന്നും കുറിച്ച് വെക്കാനുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നവർ, കടന്നു പോയവർ, അങ്ങനെ ചില ആൾക്കാരുണ്ട്. കടന്നു വന്നവരെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാർ, നമ്മൾ വിട പറഞ്ഞു പോയവർ, അവരൊക്കെ മനസ്സെന്നുള്ള ഡയറിയിൽ എന്നും നമ്മൾ ഓർക്കണം. കാരണം ഇനി ഒരിക്കലും തിരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവർ പുനർജനിക്കില്ല. അത് മാത്രമല്ല നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ, ബാല്യകാലം, കൗമാരകാലം, ഇപ്പം അമ്മേനൊക്കെ പറയുകയാണെങ്കിൽ അമ്മയോടൊത്ത് കഴിഞ്ഞ ആ കാലം, അതൊക്കെ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ ഇന്നലകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്? നമ്മുടെ ഇന്നലകളിൽ നല്ല സുന്ദരമായ എത്രയോ ദൃശ്യങ്ങൾ അല്ലേ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ, നല്ല ഓർമ്മകളിനെ മാത്രം സൂക്ഷിച്ചു വെക്കുക. നല്ല ഓർമ്മകളിലേക്ക് നമുക്ക് പോയാൽ പോലെ നമുക്ക് നമ്മളിൽ തരുന്ന നമ്മുടെ ഇന്നലകളിലെ നല്ല സുവർണമായ നിമിഷങ്ങൾ, നമ്മുടെ മോശപ്പെട്ട ഇന്നലകൾ ഉണ്ടാവില്ലേ, ആ ഇന്നലകളിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മരിച്ചുപോയ ആൾക്ക് തുല്യമാണ്. മോശപ്പെട്ട ഓർമ്മകളിലേക്ക് ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷം നൽകുന്നതും ചിലപ്പോൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നുന്ന എന്താ പറയുക ഓർമ്മകളുണ്ടാവും. അതെന്താണെന്ന് പറയും, നമ്മൾ ബാല്യത്തിൽ ഉള്ള നമ്മുടെ കൂട്ടുകാരികൾ അല്ലേ, പിന്നെ അച്ഛനമ്മ കൈ പിടിച്ച് നടന്ന ആ സമയം, അതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അതെന്താന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണ്ണീരായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഓർക്കാം. അല്ലാതെ ഇന്നലകളെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ അറിഞ്ഞൊരു കഥയുണ്ടല്ലോ, ഇന്നലകളിൽ എന്തോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒന്നുമില്ലാണ്ടായി പോയി. എന്ന് വെച്ചാൽ ഇന്നലകളിൽ ആരോ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനിച്ച് കല്യാണം കഴിക്കുന്നവരെ ഒരാളിനെ സ്നേഹിക്കേണ്ട ആത്മാർത്ഥമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ ലോകത്തുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു വട്ടമെങ്കിലും സ്നേഹിക്കാത്ത ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ ഭൂമിയിലുണ്ടെങ്കിൽ അത് നുണയാണെന്നാണ് ഞാൻ പറയുള്ളൂ. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും മനസ്സും കൊണ്ടെങ്കിലും ആരെയെങ്കിലും ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ ഇതിൽ എന്താ അത്ര നാണിക്കാനുള്ളത്? മനുഷ്യൻ ജനിച്ചതന്നെ സ്നേഹിക്കാനാണ്. സ്നേഹിക്കാണ്ട് ഈ ഭൂമിയിൽ ആരും സ്നേഹിക്കാണ്ട് മരിച്ചു പോവുകയില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ, അയ്യോ ജീവിതത്തിൽ ഞാൻ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് മനസ്സും കൊണ്ട് പോലും സ്നേഹിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ സത്യമായിട്ട് അവർ വല്ല സന്യാസികളായിരിക്കും. അല്ലാത്തവരങ്ങനെ പറയാൻ വഴിയില്ല അല്ലേ? അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ പുരുഷൻ്റെയും സ്ത്രീയുടെ ഒക്കെ ജീവിതത്തിൽ ഇന്നലകളിലേക്ക് ഇപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ ചിലർ ചോദിക്കും, കല്യാണം കഴിച്ച ഉടനെ ചോദിക്കും, നിൻ്റെ ഇന്നലകൾ പറയും, അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം പറയും. അത് അന്ന് കേൾക്കുമ്പോൾ പറയും ഇന്നത്തോടു കൂടി തീർന്നു കേട്ടോ, ഇനി ഇതിനെപ്പറ്റി നമ്മളൊന്നും ചോദിക്കില്ല. അവർ 4 കൊല്ലം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് പൊരിഞ്ഞ വഴക്കായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ നിൻ്റെ ഇന്നലകൾ എന്തായിരുന്നു എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങൾ പറയാനും പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതൊരു സീക്രട്ട് ഓഫ് ലൈഫാണ്. കാരണം എന്താ പറഞ്ഞാൽ ആദ്യം ഇത് കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സത്യസന്ധതയെന്ന് ഭർത്താവിന് തോന്നും, ഭർത്താവിന് ഭയങ്കര സത്യസന്ധതയെന്ന് ഭാര്യയ്ക്കും തോന്നും. സ്നേഹം പരസ്പരം അങ്ങനെയുള്ള കാലം വരെയൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവും. ഒരു കാലഘട്ടം വരും, ഒരു ഇൻ്റർവൽ ഓഫ് ലൈഫ്, അന്ന് ഇതിൻ്റെ പേരും വന്നിട്ട് പൊരിഞ്ഞ വഴക്കായിരിക്കും. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇന്നലകൾ കഴിഞ്ഞു പോയത്. അന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല, ഇന്ന് മുതലാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമായി മാറിയത്. അപ്പോൾ ഇന്ന് മുതലാണ് എൻ്റെയും നിൻ്റെയും ജീവിതം തുടങ്ങാൻ പോണത്. അപ്പോൾ ഇന്ന് നിന്നാവട്ടെ നമ്മുടെ ആരംഭം. ഈ ദിവസം കുറിച്ച് വെക്കുക, ഇന്ന് മുതലുള്ള എൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്വന്തം, ഇന്നലെ വരെയുള്ളത് അത് എൻ്റെ സ്വന്തം കാര്യമാണ്. അതല്ലേ ശരി? അതന്നെ ശരി. പിന്നെ ചില പ്രണയങ്ങൾ പറയാതെ പോയിട്ടുണ്ടാവും അല്ലേ, പരസ്പരം അറിയാണ്ടും പോയിട്ടുണ്ടാവും. അപ്പോഴും പ്രണയല്ലേ ആയിരിക്കും അല്ലേ? അറിയാണ്ടും പറയാണ്ടും പോയതും പ്രണയമല്ലേ? അതാണ് ഏറ്റവും മഹത്തരമായ പ്രണയം. ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എൻ്റെ ഈശ്വര. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അപ്പൊ ഞാന് ഞാൻ അമ്മേനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ആ 2 പേര് പാടും. ഓ അമ്മ വെല്ലുവിളിച്ചിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, എന്നെ തോൽപ്പിക്കണമെന്നുള്ള വെല്ലുവിളി. ശരിയായില്ല, എന്നാലും വെറുതെ ഒന്ന് ശ്രമിക്കാം. നമുക്ക് അമേരിക്കയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും ഈ തൊണ്ട ശരിയാക്കാൻ.
അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല അരികത്ത് വന്നപ്പോഴും ഹൃദയശ്രീ കോവിലിലെ ആരാധനയുടെ മണിക്കിലുക്കം അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. ഫുള്ള് പാടരുത്, പിന്നെ നമ്മൾ അറിയേണ്ടി വരും. ശരിയായില്ല, എന്നാലും ഞാൻ പാടി അങ്ങനെ ശരിയാണ്. അല്ല, ഫുള്ള് പാടാൻ പാടില്ലല്ലോ, അത് കാരണം കൊണ്ടാണ്. ഓരോ കോപ്പറേറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം കൂടിയും പറയാം. ഇന്നലകളെല്ലാം കഴിഞ്ഞു പോയതാണ്. നേരത്തെ പോലെ നമ്മുടെ ആൾ സുഹൃത്തിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ കണ്ടുമുട്ടിയ ആ നാൾ മുതലാണ് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്. നമ്മളൊരു വിവാഹ ജീവിതത്തിൽ കടക്കുകയാണെങ്കിൽ എന്നാണോ വിവാഹ ജീവിതം, എന്നാണോ ആ ഡേറ്റ്, അന്ന് മുതലാണ് നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആവുക. ഇന്നലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാണ്. അത് വെളിപ്പെടുത്തിയിട്ട് മാത്രമാണ് സത്യസന്ധം തെളിയിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് തെളിയിക്കാണ്ടിരിക്കുക. ഭാവിയിൽ നല്ല തെളിഞ്ഞ വെള്ളം അടക്കം കലങ്ങാനുള്ള കാരണം ഈ വെളിപ്പെടുത്തൽ മാത്രമായിരിക്കും. അതൊരു ജീവിത സത്യമാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. ഓക്കെ, ഞാൻ തൊണ്ടവേദന ഉണ്ടെങ്കിലും കൂടി 2 വരി പാടിയതാണ് നിങ്ങൾക്ക് വേണ്ടി. പിന്നെ അത് മാത്രമല്ല, എന്നോടൊരു വെല്ലുവിളിയും കൂടി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതല്ല, വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ മാത്രമൊന്നും ആയിട്ടില്ല, എന്നാലും വെറുതെ 2 വരി പാടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്.